UDF എംപിമാർ ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ധനമന്ത്രി കണ്ടതിന് ശേഷമാണെന്ന് തോന്നുന്നു. നമുക്ക് അതിന്റെ വിവരങ്ങളിലേക്ക് പോകാം. ഡൽഹിക്ക് മണിക്കൂറിലധികം ജോലിയെടുക്കാൻ നിർബന്ധിതമാകുന്ന ഒരു സമൂഹം എന്ന നിലയിൽ അവരുടെ സേവന വേതന വ്യവസ്ഥകൾ കൃത്യമായി ക്രമീകരിച്ച് ഈ കാര്യത്തിൽ നിയതമായ ഒരു സംവിധാനം ഉണ്ടാക്കുക, അതിലൂടെ ശാശ്വതമായ പരിഹാരത്തിന് പരിശ്രമിക്കുക എന്നുള്ള ആവശ്യമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ നിവേദനവും ബഹുമാനപ്പെട്ട ധനമന്ത്രിക്ക് കൈമാറി. ഞങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ ആരോഗ്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി അവർ ചർച്ച ചെയ്തു. മന്ത്രിയായി കൂടി ചർച്ച ചെയ്തിട്ട് ഈ കാര്യത്തിൽ വിശദമായ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ അവർ തന്നെ മന്ത്രി എന്ന നിലയിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് എന്ന നിലയിൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ വിശദമായ സ്റ്റേറ്റ്മെൻറ്റ് ഈ കാര്യത്തിൽ പ്രതികരണമായി അറിയിക്കാമെന്നും ബഹുമാനപ്പെട്ട ധനമന്ത്രി യോഗത്തിൽ ഞങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. സ്കിൽഡ് ലേബേഴ്സിൽ അവരെ റെഗുലറൈസ് ചെയ്യുക. ഇപ്പോൾ അവർ വെറും സ്കീം എംപ്ലോയീസ് എന്ന് വർക്കേഴ്സ് എന്ന് പോലും പറയാൻ കഴിയില്ല. അവരെ എംപ്ലോയീസ് ആയിട്ട് ജീവനക്കാരായിട്ട് അവരെ അംഗീകരിക്കുക എന്നുള്ള റെഗുലറൈസേഷൻ ഓഫ് വർക്കേഴ്സ്. ഒന്ന് റെഗുലറൈസേഷൻ, രണ്ട് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്, മറ്റൊന്ന് ഓണറേറിയവും അതുപോലെ ഇൻസെൻറ്റീവും വർദ്ധിപ്പിക്കുക. ഈ ആവശ്യങ്ങളാണ് രേഖാമൂലം കൊടുത്തിട്ടുള്ള നിവേദനത്തിൽ പറഞ്ഞിട്ടുള്ളത്. അല്ല, ഞങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട ധനമന്ത്രിയുടെ അപ്പോയിൻമെൻറ്റ് ചോദിച്ചിരുന്നു. ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു, ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ഗെയിന് വേണ്ടിയിട്ടല്ല. ഈ സമരത്തിൻ്റെ ജെനുവിൻനെസ്, ഞങ്ങൾ ഈ നിൽക്കുന്നവരും ഞങ്ങളോടൊപ്പം ഇന്ന് ബഹുമാനപ്പെട്ട ധനമന്ത്രിയെ കണ്ട മറ്റ് പാർലമെൻറ്റ് അംഗങ്ങൾ, ഞങ്ങളെല്ലാവരും ആ സമരമുഖത്ത് പോയി നേരിട്ട് ബോധ്യപ്പെട്ടതാണ്. ഇത്രയും ജെനുവിനായിട്ടുള്ള ഒരു സമരത്തെ അടച്ചാക്ഷേപിക്കുകയും ആ സമരത്തെ പരമപുച്ഛത്തോടുകൂടി കാണുകയും ചെയ്യുന്ന സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നടപടിയാണ് സത്യത്തിൽ ഏറ്റവും പ്രതിഷേധാർഹമായി മാറി തീർന്നിട്ടുള്ളത്. അവിടെ കേന്ദ്ര ഗവൺമെൻറ് മുൻകൈ എടുത്തുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റുമായി ആലോചിക്കട്ടെ. കാരണം കേന്ദ്ര ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ തീരുന്ന പ്രശ്നമല്ല എന്ന് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റുമായി കൂടി ആലോചിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അധിക ധനസഹായം ലഭ്യമാക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ. നിർമ്മല സീതാരാമനെ കണ്ടതിന് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇപ്പോൾ കേരളത്തിൻ്റെ മുൻ മന്ത്രി കൂടിയായ NK പ്രേമചന്ദ്രൻ MP സംസാരിക്കുകയായിരുന്നു.